വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ കുഞ്ഞു കിളിക്കൂട്ടിലെ പാട്ടും മധുരം നുടയാൻ മധുര സംഗീത സന്ധ്യയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കാസർഗോഡിന്റെ അഭിമാനമായി മാറിയ ടോപ്പ് സിംഗറിന്റെ കുഞ്ഞിക്കുറുമ്പൻ വെൽക്കം കൃഷ്ണജിത്ത്. കൃഷ്ണു എന്തോ ഏത് പാട്ടാണ്? ഞാൻ ദാസാറ് പാടിയ കസ്തൂരി മണക്കുന്നല്ലോ. ഓ അത് ഇപ്പൊ പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. അടുത്ത ആരാ നിക്കുന്നുണ്ട്? തുടങ്ങി ഇനി വീണ്ടും എന്നെ മീനൂട്ടി പോയിട്ട് പാടിക്കും. ഞാൻ പോയിട്ടാണ് അല്ലെങ്കിലും അവൻ പാടുന്നത് അല്ലേ? അതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ലാതെ നീ എന്നെ ഓർത്ത് പാടിയാൽ മതി. നമുക്ക് ഗോൾഡൻ കൃഷ്ണു ഇല്ലെങ്കിൽ അതിനൊരു മീനിങ് വരില്ല. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ. മീനൂട്ടി നിൽക്കുമ്പോ പാടാൻ പറ്റൂ? പറ്റത്തില്ല ചേച്ചി. പറ്റും. അതാണ് അനുചേച്ചി പാടിയാ മതി. എന്നോട് കൂട്ടില്ല. ഇല്ല, ഇവർ രണ്ടുപേരും ഒരു കാറ്റഗറിയാണ്. ഞങ്ങൾ ഒറ്റ കേട്ടാ കുളിയില്ല. അയ്യോ ചുമ്മാ ആണോ അനുചേച്ചി? വെള്ളിക്കിഴമ മാത്രം കുളി. അല്ല, 2 പ്രാവശ്യം കുളിക്കും. തല ദേവി കുളിക്കത്തില്ല. അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. വിശ്വസിക്കരുത്. ഒരിക്കലും അനുമാം തല കുളിക്കില്ല. ഒരിക്കലും കുളിക്കില്ല. വെള്ളിയാഴ്ച മാത്രം. ചോദിച്ചോ സത്യം. എങ്ങനെ എല്ലാരും അങ്ങനെയാണ്. അതായത് നിങ്ങൾക്കൊക്കെ ഉള്ളൊരു ധാരണ എന്താണെന്നറിയോ? കുളിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോവും. അങ്ങനെയാണ് ഇയാൾക്ക്. എനിക്ക് അങ്ങനെ ഒരു ധാരണയൊന്നുമില്ല. ഗുരുവായൂരപ്പനെ സത്യം ചെയ്ത് പറയാ, ഇപ്പൊ ഇന്ന് കാലത്ത് കുളിച്ചു? ഇന്ന് കാലത്ത് തല കുളിച്ചില്ല. അല്ല, ഇന്ന് കാലത്ത് എന്ന് പറയുമ്പോ ഞാൻ രാവിലെ എണീറ്റ് തല നനച്ച പനി വരൂ. അതുകൊണ്ട് ഞാൻ രാത്രി ചെന്ന് തല നനയ്ക്കൂ. ഇതൊക്കെ തന്നെ ഞാനും പറഞ്ഞു. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഡെയിലി കുളിക്കുന്നില്ലേ നമ്മള്? ഇന്ന് രാവിലെ കുളിക്കുന്നില്ല, വൈകുന്നേരം പോയി തല നനച്ച് കുളിക്കും. വേണ്ട, ഒരു കാര്യം ചെയ്യും, മോൻ പാടിക്കും കേട്ടോ. കണ്ടോ? കാരണം മോന് ഒരു മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന വികാരങ്ങളൊക്കെ ഉണ്ട്. കസ്തൂരി നല്ല കാറ്റ്. നീ വരുമ്പോൾ എന്താണ് കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, കാമുകന്റെ കഥ പറഞ്ഞു. അതങ്ങനെയൊക്കെ വളരെ വികാരഭരിതമായിട്ട് കൃഷ്ണു പാടാൻ പോകുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അതിന് അടുത്ത് നിന്ന് നാറ്റിക്കാതെ അതൊന്നും വേണ്ട. ഒന്ന് പോകൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ല്ലോ കാറ്റേ നീ വരുമ്പോൾ, കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ, കള്ളിയവൾ കളി പറഞ്ഞോ, കാമുകന്റെ കഥ പറഞ്ഞോ. വരുമ്പോൾ, കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ.
കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണിക്കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞോ കാമുകന്റെ കഥ പറഞ്ഞോ. എക്സാം ഡേറ്റ്സ് ഒക്കെ ഇങ്ങ് അടുക്കും തോറും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നല്ല ടെൻഷനിലായിരിക്കും അല്ലേ? പക്ഷെ ബോർഡ് എക്സാമിനെ കുറിച്ച് ഓർത്ത് ആരും ടെൻഷൻ ആവണ്ട. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട് 90+ മൈ ട്യൂഷൻ ആപ്പ്. എക്സാമിനോടനുബന്ധിച്ച് നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഒരു പുതിയ അപ്ഡേറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 90+ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് പരീക്ഷാ പേടിയെ മറികടക്കാനും എക്സാമിന് മാനസികമായി തയ്യാറെടുക്കാനും 90+ലെ പുതിയ അപ്ഡേറ്റ് സഹായിക്കും. മാത്രമല്ല എക്സാമിനോടനുബന്ധിച്ച് 50% ഡിസ്കൗണ്ടിൽ കൂട്ടുകാർക്ക് 90+ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്സ്. കൃഷ്ണു, സാർ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ മോനെ. താങ്ക് യു സാർ. ഈ പടം ട്രിവാൻഡ്രത്ത് ശക്തി തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ ശക്തി തിയേറ്ററിലാണ് ഞാനിത് പോയി കാണുന്നത്. അതായത് എൻ്റെ ഒരു കോളേജ് ഡേയ്സിലാണ്, 1975. അപ്പം നമുക്ക് മനസ്സിൽ ഒരുപാട് അഡോളസൻ്റ് ആയിട്ടുള്ളൊരു ഏജ് ആയതുകൊണ്ട് നമുക്ക് പല സങ്കല്പങ്ങളാണ്. ഇപ്പം മീനൂട്ടിക്കുള്ള പോലെ മീനൂട്ടി രാത്രി സ്വപ്നം കാണും പൃഥ്വിരാജിനെ സ്വന്തമാക്കി എന്നൊക്കെ സ്വപ്നം കാണും. അല്ല അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ആ പ്രായത്തിൽ ഈ പിക്നിക് എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ ഒരു എന്താണ് ഒരു അഡോളസൻ്റ് ഏജിൽ നമ്മൾ എല്ലാം സങ്കല്പിക്കും. അതായത് ഹേമാമാലിനി എന്നെ ഒന്ന് തൊട്ടാലോ, എന്നെ വന്ന് കൈപിടിച്ചോണ്ട് പോകും, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ പാട്ടുകൾ. ഇതിനകത്ത് ഒരുപാട് പാട്ടുണ്ട്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്, അതുപോലെ തന്നെ ചന്ദ്രക്കലമാനത്ത് ചന്ദനമണി ആ പാട്ട്, പിന്നെ വേറെ മാലേ മാലേ അങ്ങനെ അങ്ങനെ വിളിച്ചിട്ട് പാട്ട് വളരെയധികം നമുക്ക് ഒരു ഈ പടം കണ്ടിറങ്ങുമ്പോഴത്തേക്കും എനിക്കൊരു ശ്വാസം മുട്ടലാണ്. കാരണം എന്തോ ആ പ്രായത്തിൻ്റെ ഒരിത്. അപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്ത് മോൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും മോൻ പാടിയപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ശക്തി തിയേറ്ററിൽ 2 രൂപയുടെ സീറ്റിൽ ഞാൻ ഇരുന്ന് കാണുകയായിരുന്നു. മോൻ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഈ ഓ എന്നുള്ള 2 പ്രാവശ്യമാണോ ഓ, അത് കുറച്ചുകൂടെ നീട്ടമില്ല അതിന്, ഒന്ന് പാടിക്കും. കുറച്ചൊരു മൈക്ക് ഡിസ്റ്റൻസ് വെച്ച് പാടിക്കും. കുറച്ചൊരു ലെങ്ത് വരണം, കുറച്ച് സ്പീഡിൽ നിർത്തി. ആ വിളിയാണ് ആ പെണ്ണിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്, മനസ്സിലായോ? എവിടോ നിൽക്കുന്ന പെണ്ണ്, കാട്ടിൽ നിൽക്കുന്ന പെണ്ണ് ഇങ്ങനെ ആ വിളി കേട്ടിട്ടാണ് എൻ്റെ കാമുകൻ ഇവിടെ എന്ന് നോക്കുന്നത്. അപ്പോൾ ആ വിളി കറക്റ്റ് ആവണം. അത് മൈക്ക് ക്ലോസ് ചെയ്ത് വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ജാറി ആ പെണ്ണ് പറയും ഇറങ്ങിപ്പോടാന്ന് പറയും. അതുപോലെ തന്നെ ഇതൊന്ന് പാടിക്കേ, ഫസ്റ്റ് 2 ലൈൻസ്. കസ്തൂരി മണക്കുന്നല്ലോ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ 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 കണ്ടുവോ നീ കവിളിന കവിളിന തഴുകി കവിളിന തഴുകിയോ നീ. ആ ലാൻഡിങ്ങും ശുദ്ധമാക്കണം. ചില സ്ഥലത്ത് മോനൊന്ന് ഒന്ന് കട്ട് ചെയ്തു. ഏതാണ്? നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും. കവിൾ താരുകളിലാണ്, കവിൾ താരുകളിലാണ്, അല്ല കവിൾ താരുകളല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. മോനിപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല രീതിയിൽ വളർന്നു വരികയാണ്, മിടുക്കനായിട്ട് വരികയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. കൃഷ്ണജിത്ത് സാർ, മധ്യമാവധി രാഗത്തിലുള്ളൊരു പാട്ടാണിത്. മധ്യമാവധി രാഗം എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും ഒരു മലയാളി തനിമ എപ്പോഴും കുറച്ച് കൂടുതൽ തോന്നിയിട്ടുണ്ട്. സാധാരണ മോൻ പഠിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ മോൻ ഇതിൽ എക്സ്പ്രഷൻസ് ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം മോൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നുന്നൊരു കാര്യം, മോൻ ലോങ് നോട്ട്സ് പാടില്ലേ? ഇപ്പം ഇതിൽ നീ വരുമ്പോൾ അതൊന്ന് പാടിയേ. നീ വരുമ്പോൾ എന്ന് പാടുന്ന സമയത്ത് ഒന്ന് കിടുകിടുകിടു ആയി പോകുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് നീ വരുമ്പോൾ നീ വരുമ്പോൾ അതുപോലെ ആ എന്താ പറയണ്ട,
ഇങ്ങനെ പോകുന്നതും തമ്മിൽ ഉള്ള വേർതിരിവ് കറക്റ്റായിട്ട് അറിയണം. ഇത് രണ്ടും ഏതാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. മോൻ ഇനി പാടുന്ന സമയത്ത് ഈ സ്ട്രെയിറ്റ് നോട്ട്സ് കുറച്ചധികം തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, അതല്ലെങ്കിൽ മോനിപ്പോൾ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നല്ല, ശരിക്കും ആ വണ്ടി കയറിയിരുന്ന് യാത്ര ചെയ്ത് സുഖം കിട്ടി തുടങ്ങി അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, അടിച്ച് പൊളിച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു സർ. കൃഷ്ണു മാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു മാം. ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട് പാടുന്നതിൽ. ചില സ്ഥലങ്ങളിലെ എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ സസ്റ്റെയിൻ നോട്ട്സ് അല്ലേ, അത് കുറച്ച് എപ്പോഴും എന്തോ ഒരു ഡാൻസ് ചെയ്യുന്നു. ഈ സ്ട്രെയിറ്റ് നോട്ട് വരുമ്പോൾ അത് കുറച്ച് പ്രശ്നമായി. പിന്നെ ഈ കവിളിന് തഴുകിയോ ആ ഒരു കവിളിന് തഴുകിയോ അതല്ലേ, അത് എപ്പോഴും ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷെ ശ്രീയേച്ചൻ പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് കറക്റ്റായി വന്നു. അതിൻ്റെ ഡെഫിനിഷൻ മധ്യമാവതിൻ്റെ അതൊരു ഛായയാണ് പ്രത്യേകിച്ച്. അപ്പോൾ അതൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. അനുപല്ലവിയിലെ പാടിയല്ലേ നീലാഞ്ജന പുഴയിൽ, അതിൻ്റെ ബ്രെത്ത് മാനേജ്മെൻറ്റ് എനിക്ക് തോന്നി ഒരുപാട് ഇവിടെ കട്ട് ചെയ്തു അത് മാനേജ് ചെയ്യാൻ വേണ്ടി. ഒരു 2 ലൈൻ ഒരുമിച്ച് പാടാൻ ശ്രമിക്കാല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം. കുറച്ച് സ്ട്രെയിൻ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ബ്രെത്ത് എടുത്ത് പാടിയ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആ നെക്സ്റ്റ് ലൈൻ അടിച്ചു പൊളിച്ചു, അത് എനിക്ക് ഒരു പ്രാവശ്യം കേൾക്കണം. എന്നെഞ്ചിൽ എന്താ ചാഞ്ചിടുമാ തളിർ, ചാഞ്ഞിടുമാ തളിർ, അത് തന്നെ. എന്നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിർലത നിന്നുലഞ്ഞു എൻ രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നോ. ഓരോ പ്രാവശ്യം പാടുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ശ്രുതി പോകുന്നുണ്ടല്ലോ, അതെന്താണത്? അത് ഓർക്കസ്ട്രയോടെ വരുമ്പോ എനിക്ക് കുറച്ചുകൂടെ ഇതല്ലേ കുറച്ചും കൂടി ക്ലിയർ, ശ്രുതി മാത്രല്ലേ മോന് കിട്ടുന്നത്. അതെന്താ അപ്പൊ അങ്ങനെ വരുന്നത്? എനിക്ക് ഓർക്കസ്ട്ര വായിക്കുമ്പോ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഈ ശ്രുതി കയ്യിൽ ഇങ്ങനെ കിട്ടണമെങ്കിലേ അത് നമ്മൾ അതിൽ ശരിക്കും അങ്ങ് ഇറങ്ങി മുഴുങ്ങിയിരിക്കണം. വേണമെങ്കിൽ വെറും ഫോണല്ലാതെ ഫോണിൽ നിന്നും ഹെഡ്ഫോൺ എടുത്ത് ഇയർഫോൺസ് കുത്തിയിട്ട് എന്നിട്ട് മോൻ പാടും. അപ്പം ശ്രുതി ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടും ചെവിയിൽ. അപ്പം മോൻ അത് വളരെ ലൗഡാവരുത്. അതിൻ്റെ കൂടെ മോൻ്റെ ശബ്ദം മോൻ സ്വയം കേൾക്കാൻ പറ്റണം. അപ്പോൾ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം വേറെ ആരും ഡിസ്റ്റർബ്ഡ് ആവുന്നതിന് മുമ്പേ മോൻ സ്വയം ഡിസ്റ്റർബ്ഡ് ആവും തെറ്റുമ്പം. ആ ഡിസ്റ്റർബൻസ് മോൻ സ്വയം അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം വരില്ല. അതായത് നമ്മൾ ശ്രുതിയും നമ്മളെയും ക്ലിയർ ആയിട്ട് കേൾക്കണം. ഇനി മോൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് നോക്ക്. ഈ മധ്യമാവധി എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ്കോഴ്സ് SPB സാർ ഒരുപാട് ഓർമ്മ വരുന്ന ഒരു പാട്ടെന്ന് വെച്ചാൽ ശങ്കരാഭരണമാണ്. അത് അറിയാമോ? ശങ്കര ശ്രുതി തരാമോ? ശങ്കരാ നാദശരീരാ പരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ ശങ്കരാ ശങ്കരാ. അതെന്തൊരു സീനാ പിക്ചറാ പാട്ട് പാടുമ്പോൾ, എല്ലാം മഴയൊക്കെ ഇടിയൊക്കെ. അപ്പോൾ എനിക്ക് ആ പാട്ട് ഒരുപാട് ഓർമ്മ വന്നു. അത് ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോനു. താങ്ക് യു മാം. കൃഷ്ണൻകുട്ടിയെ സാറേ നന്നായിരുന്നു പാടിയത്. എന്തായാലും ഇതിപ്പം മധ്യമാവധി രാഗമാണ്. ഇതിനു മുമ്പ് പല പാട്ടുകളും പലരും പാടിയപ്പോൾ പല പാട്ടുകളിലൂടെ ഞങ്ങൾ പാടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് സോപാൻ എന്ന സിനിമയിൽ മനോണ്ണൻ പാടിയിട്ടുള്ളത് ഒരു ത്യാഗരാജകൃതി തന്നെയാണ്. നഗുമോകലവാണി നാമാനോഹരുണി ജഗമേലു ശൂരുണി ജാനകി വരുണി നഗുമോകലവാണി നാമാനോഹരുണി ജഗമേലു ശൂരുണി ജാനകി വരുണി. ഇതൊരു ത്യാഗരാജകൃതിയാണ്. രവീന്ദ്ര മാഷ് ഇഷ്ടം പോലെ
മധ്യമാവതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് സിനിമ ഇറങ്ങിയിട്ടില്ല, എന്നിട്ടും പാട്ട് ഹിറ്റായിരുന്നു. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനിയാവർത്തനാണ്. ആ പാട്ടിൽ മൊത്തം തനിയാവർത്തനം രീതിയിലാണ് എൻ്റെ റിതം പോകുന്നത്. പുലരൊളിയിൽ പൊൻകതിരൊളിയിൽ കുവലയമുകുളം പോലെ, പുലരൊളിയിൽ പൊൻകതിരൊളിയിൽ കുവലയമുകുളം പോലെ, കളഭക്കുറിയോടെ പാതി വിരിഞ്ഞ ചിരിയോടെ, വ്രീളാവതിയായി ഏകാകിനിയായി ഒരു നീ 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 നീലക്കടമ്പുകളിൽ നീലക്കൺ പീലികളിൽ ഏതപൂർവചാരുത ഏതപൂർവ നീലിമ നീലക്കടമ്പുകളിൽ നീലക്കൺ പീലികളിൽ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഒന്ന് കേട്ട് നോക്കിക്കോ, നല്ല രസമാണ് ഈ പാട്ടിൻ്റെ ഒരു റിതവും ആ രീതി. ആ പോകുന്ന ദാസേട്ടൻ ബേസിൽ പാടിയ പാട്ടാണ്. എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിൻ്റെ പാട്ടിൽ മ്യൂസിക്കിൽ ദാസേട്ടൻ ആദ്യമായിട്ട് ഇത്രയും ബേസിൽ പാടുന്ന പാട്ടാണെന്ന് തോന്നുന്നു ഈ പാട്ട്. അതുകൂടാതെ വേറൊരെണ്ണം കൊണ്ട് ആട്ടക്കലാശം എന്നുള്ള സിനിമയിലാണ്. തേങ്ങും ഹൃദയം മൂളും ഇരുളി, ഇങ്ങനൊരു പാട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു കൃഷ്ണു സർ. കൃഷ്ണുവിന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 8 out of 10. താങ്ക് യു സർ. താങ്ക് യു കൃഷ്ണജിത്ത് സർ. നാ പിടിച്ചോ 8. താങ്ക് യു സർ. ഞാനും മധുവേട്ടനും ഒന്നിച്ച് another 8. താങ്ക് യു മാം. അപ്പൊ 24 മാർക്സിലേക്ക് കടന്ന കൃഷ്ണജിത്ത് ഇന്ന് നേടിയെടുത്തിരിക്കുന്നു A Extreme. താങ്ക് യു സർ. താങ്ക് യു മക്കളെ, ആടി ഒരു മധ്യമാവധി പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A Extreme. താങ്ക് യു സർ. താങ്ക് യു. കൃഷ്ണജിത്തിന്റെ പാട്ട് കേട്ടു. വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം തന്നെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. ടാറ്റ. ഈ കോട്ട ഫുള്ള് ഞങ്ങൾ വളഞ്ഞിരിക്കുവാണ്. അന്നമോ ഇതാരാന്നറിയാമോ? ഞാൻ എപ്പ ചിരിച്ച, അതായത് ഈ കൊള്ള സംഗീതത്തിൽ ഞങ്ങള് ഒരു രീതിയുണ്ട്. അതായത് നമുക്ക് എപ്പോഴും സന്തോഷം വരുന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് ഈ സന്തോഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പ ചിരിക്കും. ആ ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്നെങ്കിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കും. അങ്ങനെ എങ്ങനെ ആളെ തപ്പി തപ്പി നടന്നപ്പോഴാണ് അടൂരാന്ന് തോന്നുന്നു ഒരു ബാറിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന കൊച്ചായിരുന്നു അന്നമ്മ. ബാറ് പിരിച്ചു വിട്ടപ്പോൾ പിന്നെ അവിടെ പണിയൊന്നും ഇല്ലാണ്ടായി. അന്നമ്മേനെ വിളിച്ചോണ്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കൊള്ള സംഗീതത്തിലോട്ട് പോകുന്നു. അവിടെ വന്ന് ഞങ്ങൾ എപ്പോൾ ചിരിച്ചാലും ഈ കൊച്ചു വിചാരിക്കുന്നത് ഭയങ്കര സന്തോഷമാണെന്ന് വിചാരിച്ചു. ആ ചിരിച്ചു കഴിഞ്ഞാൽ അപ്പ കിളിയിലെ പാടും. ഈ കിളികിലെ കേട്ട് ഞാൻ മടുത്ത് ഇവരെ കൊണ്ടുവന്ന. ഇപ്പൊ ഇവിടെ പാടുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് ഒരു അനൗൺസർ വേണം. ആ അനൗൺസർ ഇല്ലാത്തതുകൊണ്ട് ഈ മീനാക്ഷിയെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കും. എന്നെ തട്ടിക്കൊണ്ട് പോകണ്ട അങ്കിളെ. തിരിച്ചു പിടിക്കണം. നിങ്ങൾ മിണ്ടാണ്ടിരുന്ന സൈഡിൽ കൂടെ ഇവിടെ കൊണ്ട് പോയിക്കോളാം. മിണ്ടരുത്, തട്ടിക്കൊണ്ട് പോകുമ്പോ ഞങ്ങള് തട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. കൊള്ള സംഘ നേതാവിന്റെ തലയിൽ ഷോക്കടിച്ചതാണോ? വിറച്ച ഞാൻ പറഞ്ഞില്ലേ അന്ന് ബാറിൽ പോകേണ്ടത്. പേരെന്തോ? മീനാക്ഷി. മീനാക്ഷി വീട് എവിടെ? എന്റെ വീട് പാതുവ. പാതുവ. അച്ഛന്റെ പേരെന്നാ? ഇത് വേണ്ട അനൂപ്. അനൂപ് എഴുത്. ചഞ്ചൽ ചഞ്ചൻ ചഞ്ചൽ എഴുത്. ബഹുമാനപ്പെട്ട അനൂപ്. ബഹുമാനപ്പെട്ട വേണ്ടല്ലോ. നമ്മള് പിന്നെ ദേഷ്യപ്പെട്ട എന്തെങ്കിലും പറയുമ്പോ എന്തോ ചെയ്യുന്നു? മിസ്റ്റർ അനൂപ്. മിസ്റ്റർ അനൂപ്, നിങ്ങളുടെ മകൾ മീനാക്ഷി ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അച്ഛന്മാരെ അവിടെ വെച്ചോളാൻ. 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു വിട്ടേക്കാം. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ മകൾ എഴുതണം.
അതെഴുതണം. എഴുതുക, അത് നമ്മുടെ സംഭവമാണ്. അല്ല ഞാൻ ബോസേ, ആങ്കർ ചെയ്തോളാം. ഇത് ഈ കത്ത് ബോസ് വെച്ചു. ഇല്ല കൊണ്ട് പിന്നെ ഇത് ആര് കൊണ്ട് കൊടുക്കും? അച്ഛന്റെ കയ്യില്. പാതു. ഞാൻ വീട്ടിൽ പോകുമ്പോൾ കൊടുത്താൽ മതി. അതല്ലേ അതിന്റെ ഒരു ആ ശരിയാണല്ലോ പറഞ്ഞ കൊടുത്തോ? വീട്ടിൽ പോകും പിന്നെ ഇപ്പൊ വന്ന് വീട്ടിൽ പോകുന്നില്ലേ? വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ കൊടുത്തിട്ട് ആ ഒരു 5 ലക്ഷം മേടിച്ചോണ്ട് വരണം. വരാം. ഞാൻ ഇപ്പൊ ഇവിടെ കാണും. 50-50. അല്ല 5 ലക്ഷം രൂപ ഞാൻ മേടിക്കുന്നു. ആ അതിന് പകുതി ചേട്ടൻ എനിക്ക് തരാം. മീനാക്ഷി പോയി ശരി, വീട്ടിൽ പോയി പകുതി വേണ്ട, 2 ലക്ഷം രൂപ എനിക്ക് താ. പകുതി ഞാൻ എടുക്കുന്നു, പകുതി മീനാക്ഷി എടുക്കുന്നു. അത് കൊണ്ട് തന്നിട്ട് മീനാക്ഷി പൊക്കോ. ശരി, അതുവരെ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അതെ, ഇത് കൊണ്ടു കൊടുക്കാൻ പോകണ്ടേ, വിറയ്ക്കണ്ട. അല്ല കാര്യമൊക്കെ ശരി, ആ. പക്ഷെ നിങ്ങളുടെ തലൈവൻ എന്നോട് വന്നിട്ട് എല്ലാം പറഞ്ഞു. ആ പുള്ളിയെ കാണണോ? കാണണം. കാണണം. ആ അങ്ങോട്ട് നോക്ക്. ഇതാണ് കണ്ടോ? അയ്യോടാ, എന്തൊരു ബഹുമാനം. ആ എത്ര നാളാച്ച്. ആ, അതാ നോക്ക തോക്ക അതാണ് എനിക്ക് കൊണ്ട് തന്നത്. ആ അന്ന് പോയിട്ട് വന്നപ്പോ കൊണ്ട് കൊണ്ട് തന്നെ. തന്നതാ. ഇപ്പോഴും എന്റെ പൂജാമുറി ഇരിക്കുന്ന ആരാന്നറിയോ? ആരാ? തലൈവൻ. തലൈവരാ. അയ്യോ, ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു എന്റെ മീശ ഇങ്ങനെ മേലോട്ട് വളർന്നു കയറിയത്. അയ്യോടാ. ആ കൊണ്ട് കൊടുക്കാൻ ഞാൻ കൊണ്ട് കൊടുക്കുക, 5 ലക്ഷം രൂപ മേടിക്കുക. അപ്പം തിരിച്ചു മീനാക്ഷി അങ്ങോട്ട് പറഞ്ഞു വിടും, ഒരു പ്രശ്നമില്ല. അതുവരെ ഞങ്ങളുടെ അന്നമ്മ ഇവിടെ ഇന്നൊരു പാട്ട് പാടും. പാടിക്കോട്ടെ. അത് കേട്ടിട്ട് വരും. ഇത് കൊണ്ട് കൊടുത്തിട്ടോ. ചേട്ടാ, അവരെ അങ്ങനെ നിർത്താൻ പോവാണോ? ഞാൻ പൊക്കോളാം, വിട്ടേക്ക്. Come on. ശ്രീയേട്ടാ, ഇങ്ങനെ ഒരു ഗ്യാങ് ലീഡറിനെ പോലെ ഒരു ഷോട്ട് എപ്പോഴാ എടുത്തത്? ആ ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ആണോ? എന്താ ഇതിന്റെ പേര്? വെക്കടാ വെടി. ഇപ്പൊ ഏത് പാട്ടാണ്? ഞാന് ലങ്കാദഹനം എന്ന സിനിമയിലെ ഉം. കിലു കിലേ ചിരിക്കുമെൻ. ഓ, അതാണ് നേരത്തെ പുള്ളി പറഞ്ഞല്ലേ, കിലുകിലെ കിലുകിലു, കിലുകിലു. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ.
ഔട്ട് ഓഫ് ദിസ് വേൾഡ് പെർഫോമൻസ് ആണ്. ആബ്സല്യൂട്ട്ലി ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആയിരുന്നു. അഫ്കോഴ്സ് എല്ലാവരും ഈശ്വരിയമ്മാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആൻ്റെ വോയിസിൽ ഒരു സ്വീറ്റ് വോയിസ്, അതിൽ ഈ മെലഡി അങ്ങനെ ഒരു സ്റ്റൈലിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ കേട്ടപ്പോൾ അത് ഇറ്റ് വാസ് ആൻ. അത് ആനായിരുന്നു, പക്ഷെ ആ ഒരു എല്ലാ പാട്ടിന് വേണ്ടിയത് എല്ലാം ഉണ്ടായിരുന്നു. ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്, മൈൻഡ് ബോഗ്ലിംഗ്, ഫാന്റാസ്റ്റിക്, എന്ത് വേണമെങ്കിലും പറയാം. ഇതൊരു ക്രൗണിന് അപ്പുറത്തെ ഉള്ള ഒരു പെർഫോമൻസ് ആണ്. ഞാൻ ശരിക്കും ഇത് പാട്ട് കേൾക്കുകയും കാണുകയും കൂടെ ചെയ്തപ്പോഴേ, പണ്ട് ഞാൻ സിനിമാ തിയേറ്ററിൽ കൊട്ടക എന്ന് പറയും, ഞാൻ ഹരിപ്പാടാണ് സ്ഥലം. അതിൻ്റെ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു സുരേഷ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്ററുണ്ട്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യമായിട്ടാണ് ഒരു സിനിമ കാണിക്കുന്നത്. കാരണം 4 പ്രാവശ്യമായിട്ട് ലോഡ് ചെയ്താൽ ഈ റീലാണല്ലോ, അത് ഞാൻ എന്ന് പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ പടങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് ആ പിക്ചറിൽ കണ്ട പോലെ സെയിം. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം ഒരു വലിയ കൈയടി. കാരണം അതുപോലെ തന്നെ ആനും പാടിയതിനകത്ത് ഒരു പോയിന്റ് പോലും, ഇതിനകത്ത് ഒരുപാട് സംഗതിയൊന്നുമില്ല. സാധാരണ ആൻ എടുത്തുകൊണ്ട് വരുന്ന പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സംഗതികളും തിമിർത്തടിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല, ബട്ട് പെർഫെക്റ്റ്. ആ സ്വരമൊക്കെ പാടുന്നില്ലേ, സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് ഒത്തിരി പ്രയാസമാണ് ആകാരവും മറ്റേതും പാടാൻ. പിന്നെ അതും നമുക്ക് വിചാരിച്ച പോലെ വരണമെന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ആ ഒരൊറ്റ സാധനം കണ്ടിട്ടായിരിക്കും ഈ പാട്ട് എടുത്തത്. അതെ, അതൊരു സംഗതി. അങ്കിൾ, അത് ശരിക്കും ഞാൻ വേറെ ഇങ്ങനെ പാട്ട് കേട്ട് പോവായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ ആദ്യം ചെറുത്ത് കണ്ട ഒരു പാട്ടാണ്. അങ്ങനെ ഞാൻ തന്നെ ക്ലിക്ക് ചെയ്ത് അമ്മ അടുത്ത റൗണ്ടിന് ഇത് അയക്കാമെന്ന് ഞാൻ തന്നെ പറഞ്ഞതാ. ഇത് ഇഷ്ടപ്പെടാൻ കാരണം ആ ഒരു സംഗതി ആയിരുന്നോ? അങ്ങനെയും പറയാം. അല്ലെ, ഒരു സംഗതി ഇല്ലാതെ എങ്ങനെ ആൻ ഇവിടെ വരും അല്ലേ? അപ്പൊ അതുപോലെ വളരെ പെർഫെക്റ്റ് സിംഗിങ് ആയിരുന്നു. താങ്ക് യു അങ്കിൾ. കാരണം അതിനകത്ത് ഒരു സ്ഥലത്തും ശ്രുതിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവങ്ങളോ ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ടോട്ടലി ഒരു വിഷ്വൽ ആൻഡ് എല്ലാം കൂടെ ഒരു ഭയങ്കര ട്രീറ്റ് ആയിരുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റൂല, ഇത്രയൊക്കെ പറ്റൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. ആൻകുട്ടി എന്ന പെൺകുട്ടി പാടിയ പാട്ട് കണ്ടിട്ടും കേട്ടിട്ടും ഞെട്ടി. താങ്ക് യു അങ്കിൾ. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. ഞാൻ മുമ്പേ ആൻ ഇവിടെ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആൻ എപ്പോഴും ക്ലാസിക്കലും ഫോക്കും ഒക്കെ കണ്ടു. ആൻ്റെ പെർഫോമൻസ് സൈഡ് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് പെർഫോമൻസ് പറഞ്ഞാൽ അതിൽ ഒരു എവിടേക്കോ ഒരു ആൻ്റെ കണ്ട് നമ്മൾ യൂസ്ഡ് അല്ലാത്ത ഒരു സംഭവം കാണണം എന്നാണ് ഉദ്ദേശിച്ചത്.
അതാണ് ഇന്നത്തെ പെർഫോമൻസിൽ കണ്ടത്. താങ്ക് യു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഫുൾ പാക്കേജ് ഇതിലുണ്ടായിരുന്നു. താങ്ക് യു അങ്കിൾ. താങ്ക് യു അങ്കിൾ. വളരെ നന്നായിരുന്നു, കിടുക്കി കളഞ്ഞു. താങ്ക് യു അങ്കിൾ. ഇതിലിപ്പോൾ എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രയ്ക്ക് മനോഹരമായിട്ട് മോള് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. ഞാൻ തരാവുന്ന ഉദ്ദേശിച്ച മാർക്ക് 9.75 ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വലിയ സംഗതികളൊന്നും ഇല്ലല്ലോ. അപ്പം അത്രയും കഷ്ടപ്പെട്ട് സംഗതികളൊക്കെ പാടിയാൽ 10 തന്നാൽ പോരെ എന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു മിസ്റ്റേക്കും ഇല്ല. ഇപ്പോൾ ഒരു പാട്ടെന്ന് പറയുമ്പോൾ സംഗതികൾ കൊണ്ട് മാത്രം ഭയങ്കരമായിട്ട് പാടി കിട്ടുന്നതും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നതും രണ്ടും ഈക്വലായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ ഒരു തെറ്റുമില്ല, എല്ലാം നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനു കുറയ്ക്കണം? 10 out of 10. താങ്ക് യു അങ്കിൾ. 10 out of 10. താങ്ക് യു അങ്കിൾ. ഞങ്ങൾ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാനും മധു ചേട്ടനും ചേർന്നിട്ട് തരുന്നത് 100 on 10. 30 out of 30. താങ്ക് യു അങ്കിൾ. ഇതിലിപ്പോ എന്താ ഇത്ര സസ്പെൻസ്? പോരട്ടെ, ആ ഗോൾഡൻ ക്രൗൺ. അപ്പൊ ആൻകുട്ടിയുടെ പാട്ട്, വെറൈറ്റി പെർഫോമൻസ്, ഗ്രേഡ് ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇനി പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ ആൻകുട്ടി ടാറ്റ ബൈ ബൈ. താങ്ക് യു. കുഞ്ഞുപാട്ടിന്റെ നറുപൂക്കാലം പകർന്ന കൊച്ചുമിടുക്കി കൊല്ലത്തു നിന്നും നമ്മുടെ ദിയക്കുട്ടി. വെൽക്കം ദിയ. ഹലോ. How are you? ഒരേ ഡ്രസ് ആയിട്ടിരിക്കുന്നു. സെയിം അതിൽ ഞാനും കൂടിക്കോട്ടെ. വേണമെങ്കിൽ കൂട്ടാം. പക്ഷെ അത് ഓറഞ്ച് അല്ലേ? അല്ല, അതൊരു മസ്റ്റേർഡ്, കുറച്ചുകൂടി ഡാർക്ക് യെല്ലോ അങ്ങനെ പറയാം. വേണമെങ്കിൽ കൂട്ടാം. പാവല്ലേ? കൂട്ടാം അല്ലേ? പാവം കൂട്ടി ഇരുന്നോട്ടെ. ചിലപ്പോ കൂട്ടാം. ചിലപ്പോ she's not too happy with you. അതെ. ദീപക് uncle. അതെ. പക്ഷെ എനിക്ക് കൂടണം, അതാ പ്രശ്നം. എനിക്ക് ദിയ എവിടെ പോയാലും ദിയയുടെ കൂടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. എന്ത് പറ്റി ഇന്ന്? മൂഡ് ശരിയല്ലല്ലോ. അതെ, ഇന്ന് എന്ത് പറ്റി? ചിന്തയില്ല. ഇരിക്കുന്നുണ്ടല്ലോ. അല്ല, പാടുന്ന പാട്ട് എന്താണെന്ന് ഫോക്കസിൽ അവളുണ്ട്. ആണോ? ആണോ? ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. അതാണ് ശരിക്കും ശ്രദ്ധിച്ച് പാടാൻ പോവാണ്. അതാണ് ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നത്. ഒന്ന് നോക്കട്ടെ. എന്തോ കുത്തിയിട്ടുണ്ടല്ലോ. ഉണ്ട്. ഞാനും അതോ ഒരറ്റത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാത് കുത്തിയോ? കുഞ്ഞുമണി കാത് കുത്തി. അപ്പം ദിയക്കുട്ടി കാത് കുത്തി ഇല്ലേ ആദ്യമായിട്ട്? അപ്പൊ അതിന് വക എല്ലാവരുടെ വക ഒരു കൺഗ്രാറ്റുലേഷൻ. വേദന എടുത്ത മോളെ? വേദന ചെറുതായിട്ട് എടുക്കും. അത്രേ ഉള്ളല്ലേ? എങ്കിൽ അങ്കിള് നാളെ പോയി ഒന്ന് കുത്താൻ പോവാ. അമ്മച്ചിയെ കിടക്കട്ടെ, ഒരു കാതിൽ മധുവങ്കള് കുത്തിയിട്ടുണ്ട് കണ്ട? ഉണ്ട്. 2 കാതില് പിന്നെ മൂക്കിലുണ്ട്. മൂക്കില് കുത്തി. എന്റെ മൂക്കിലുണ്ടല്ലോ. ചേച്ചിയുടെ മൂക്ക് നോക്ക്. എന്താ എന്ന് പറഞ്ഞേ? മൂക്ക് കുത്തിന്ന് പറഞ്ഞപ്പോ കുത്തിയതല്ല, കാത് കുത്തി. രണ്ടിടത്തും. പെണ്ണാണോ അതിന്? രണ്ടിടത്തും. ആണുങ്ങള് കാത് കുത്താറുണ്ട്. പക്ഷെ 2 കാതും കുത്താറില്ല, ഒറ്റ കാതല്ലോ. 2 കാതും കുത്താറുണ്ട്. കുത്താറുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് കാത് കുത്തണം എന്നാണ്. ബ്രിട്ടീഷുകാർ വന്നതിന് പിന്നെയാണ് എല്ലാം മാറ്റിയത്. മുടി പഴയ കാലത്ത് എല്ലാരും കാത് കുത്തുമായിരുന്നു. ഒന്ന് ചോദിച്ചു നോക്കിയേ മീനൂട്ടിയുടെ അച്ഛനോടോ അല്ലെങ്കിൽ മുത്തച്ഛനോടോ ഒക്കെ ചോദിച്ചു നോക്കൂ. പണ്ട് എല്ലാരും പിന്നെ പണ്ടത്തെ കാലാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ കുടുമി കെട്ടിയിട്ടായിരിക്കും ഒരു മേൽമുണ്ടൊക്കെ മേത്തൊക്കെ ഇട്ട്. അല്ല, ഒരു ദിവസം നമുക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്തിരുന്നാലും അല്ലേ? എല്ലാരെയും കുടുംബയൊക്കെ കെട്ടിച്ച് ദീപക്ക് നല്ല ഭംഗിയായിരിക്കും ആ മുടിയാ. ഓക്കെ, ഇല്ല, ഞാൻ ചുരുണ്ട മുടി വെച്ചിട്ട് അത് കെട്ടി വെക്കുന്ന കാര്യം ആലോചിച്ചു. അതൊന്നും ഇല്ല, ആ മുടിയൊക്കെ കളയും. പിന്നെ വിഗ്
ഓ അതാണോ നല്ല വെക്കണ്ടേ? ക്ലീൻ ആയിട്ട് ആ. മറ്റേ പൊട്ടൊക്കെ ഇട്ട് കമ്മൽ 2 ആ, കമ്മല് ആ, ഒരു ദിവസം അങ്ങനെ ചെയ്യാം. കടുക്കൻ 2 കടുക്കനൊക്കെ ഇട്ട് ഞാൻ എന്ത് ചെയ്യാനാ? സാരി സെറ്റ് കൊടുക്കാലോ അല്ലേ? സെറ്റ് സാരി കൊടുക്കാം. ഏത് പാട്ടാ മോളെ? കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റ്. കായലിലെ വിളക്കുമരം എന്ത് പറ്റി? കണ്ണടച്ചു ഛേ, എന്ന് വെച്ചാ ഉറങ്ങീന്ന്. അത് ശരിയാവില്ല. അത് ശരിയാവില്ല. ഉറങ്ങി. അങ്ങനെ ശരിയാവില്ല. കായലിലെ വിളക്കുമരം കൺ തുറന്നു. ഞാൻ കണ്ണടച്ചു അത് പറ്റില്ല. അത് തന്നെ കറക്റ്റ് ആണ്. നീ പാടിക്കുമോ? അടുത്ത വരി എന്താണ്? സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. മിടുക്കി പഴയതിനെക്കാട്ടിൽ എന്ത് ഇമ്പ്രൂവ് ചെയ്തു? എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പം നോക്കി മൈക്കൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് പാട്ട് അക്ഷര സ്ഫുടതയോടുകൂടി ശ്രുതി ശുദ്ധമായിട്ടൊക്കെ അല്ലേ ഇപ്പൊ പാടുന്ന ദിയ. ഇതെങ്ങനെ സംഭവിച്ചു? സൈലന്റ് ആയല്ലോ. എങ്ങനെയാന്ന് എനിക്കും അറിയാൻ വയ്യ. പക്ഷെ ഇന്നോട്ടുള്ള പാട്ടുണ്ടല്ലോ അതിഗംഭീരമായിരിക്കും. അയ്യോ ആണോ? കാതുകുത്തി കഴിഞ്ഞാൽ അറിഞ്ഞൂടെ? അയ്യോ ശരിയാ. കാതുകുത്തി കഴിഞ്ഞാൽ പാട്ട് മാറും. കാതുകുത്തി കഴിഞ്ഞാൽ ഐശ്വര്യം വർദ്ധിക്കുന്ന. അതാണ് ശരിക്കും ആണ്. ആ ഇനി അങ്ങോട്ടേക്ക് നല്ല കാലാണ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളു. അത് മധു പറഞ്ഞതിനകത്ത് ഒരു താപ്പുണ്ടല്ലോ. ഇനി അങ്ങോട്ട് നല്ല കാര്യമാണ്. പാടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. കണ്ണുനീർ കടലിലെ കളിമൺ ദ്വീപിത് ഞങ്ങൾക്കെന്തിനു തന്നോ? പണ്ടു നീ ഞങ്ങൾക്കെന്തിനു തന്നോ? ഓ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. മനുഷ്യനെ തീർത്തത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം. സ്വർഗത്തിൽ വന്നൊരു കനി നീട്ടി ഞങ്ങളെ ദുഃഖ കടലിലെറിഞ്ഞു. എന്തിനീ ദുഃഖ കടലിലെറിഞ്ഞു? എന്തിനീ
കുമരം കണ്ണടച്ചു സ്വർഗം നരകം കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോപ്പിംഗ് ശൃംഖലയായ മൈജി ഒരുക്കിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇനി പറയുന്നത്. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myji.in ലോഗിൻ ചെയ്ത് ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ബെസ്റ്റ് റേറ്റിൽ നൂതന ഷോപ്പിംഗ് എക്സ്പീരിയൻസുകളോടെ പർച്ചേസ് ചെയ്യാം. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV, AC, ടാബ്ലറ്റ് എന്നിങ്ങനെ എല്ലാവിധ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും myji.in ലഭ്യമാണ്. ഓൺലൈനായി ബുക്കിംഗ് നടത്തി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറിയിലൂടെ അതിവേഗം ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. അത്യാധുനിക സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ മൈജി കെയർ പദ്ധതിയും ജി റോഡ് പ്രൊട്ടക്ഷനും എക്സ്ചേഞ്ച് സ്കീം എന്നീ സൗകര്യങ്ങളും myji.in ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലുടനീളമുള്ള 82 മൈജി ഷോറൂമുകളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. മൈജി ഓൺലൈൻ, കേരളാസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. MG അങ്കിള് പറഞ്ഞായിരുന്നല്ലേ മറ്റേ കഥ ഭയങ്കരയും പാടുമ്പം എന്ത് പറഞ്ഞു? അടുത്ത പ്രാവശ്യം ഗോൾഡൻ ക്രൗൺ കിട്ടുംന്ന് പറഞ്ഞോ? ആ അതൊന്നും മറക്കത്തില്ല അങ്ങനെ. എന്നെ വിഷമിപ്പിക്കരുത്. നമ്മൾ കമന്റ് പറയുന്നതിന് മുമ്പേ അതങ്ങ് പറഞ്ഞേച്ചോ. മുൻകൂർ എടുത്തൊരു കീറാണ്. അപ്പൊ പിന്നെ എന്റെ കമന്റ് മുറിഞ്ഞു പോവല്ലോ. എന്നാലും ഞാൻ മുറിക്കത്തില്ല. സവാള അരിയുന്ന പോലെ മുറിക്കണം. സവാള ഞാനും സവാള. മോളിന്ന് പാട്ടൊക്കെ നന്നായിട്ട് പാടി നല്ല മൂഡിൽ വരുമായിരുന്നു. മറ്റേ ഓ എന്നുള്ള എൻ്റെ അനുപല്ലിയുടെ ഓ ആ പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, ഓ അതൊക്കെ നല്ല രസമായിട്ട് വന്നു. പക്ഷേ ചരണം തുടങ്ങിയപ്പം ചെറുതായിട്ട് വിട്ടുപോയി. എന്നിട്ട് പിന്നെന്തായി? പിന്നെ താളം വലിഞ്ഞുപോയി. അതാണ് ഒരു ജ്ഞാനസ്ഥയായ കുട്ടിയുടെ ലക്ഷ്യം. എന്താണെന്നറിയോ, ഒരുപാട് പേര് എന്തെങ്കിലും ഒരു അറ്റം പറയും. പക്ഷേ മോക്ക് മനസ്സിലായിട്ടുണ്ട് മോള് പാടിയത് എവിടൊക്കെയാണ് പോയെന്നുള്ള. അവക്ക് മനസ്സിലായി. വെറും 6 വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് മനസ്സിലാവും. അപ്പം നല്ല ഫ്യൂച്ചറുള്ള ഒരു നല്ല പാട്ടുകാരായിട്ട് തീരും. ആര്? ദിയക്കുട്ടി. ഒരു മ്യൂസീഷ്യൻ ഡെഫിനറ്റ്. ഇപ്പം എങ്ങനെ പാടുന്നു എന്നുള്ള വിടുക. പക്ഷേ ഈ ഒരു പോയിന്റ് ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അതിനെ ക്യാച്ച് ചെയ്ത് പറയുകയാണ്. കാരണം പിന്നെ ആദ്യം ഒന്ന് എടുക്കാൻ വിട്ടുപോയി, പിന്നെ താളം ഒന്ന് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് പോയ സ്ഥലം. ഒരുപാട് വലിയ ആൾക്കാർക്ക് പോലും മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. എനിക്കങ്ങനെ ഒരു അനുഭവമുണ്ട്. ഒരു വ്യക്തി പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തിരുത്തുന്നു. അപ്പോൾ ആ വ്യക്തി തിരിച്ച് മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ പാടുന്നതിൽ എന്താ ഒരു മിസ്റ്റേക്ക് എന്ന്. സത്യമാണ്, ഇത് കോതണ്ടപാണി സ്റ്റുഡിയോ മദ്രാസ് വെച്ച് നടന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇൻ കമ്പാരിസൺ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 6 വയസ്സായ ഈ കുട്ടി എവിടൊക്കെ പോയി എന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് ആ കുട്ടി തന്നെ പറയുന്നു. പിന്നെ ഞാൻ എന്തിനാ പറയുന്നു? ഒരു വലിയ കാര്യം. സവാഷ്. മോക്കങ്ങനെ മോള് പറഞ്ഞ സ്ഥലങ്ങളാണ് പോയത്. അത് പോയി, സാരമില്ല. എന്തായാലും ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല സെലക്ഷൻ, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിവതും അടുത്ത തവണ വരുമ്പം പോവാതെ നോക്കണം കേട്ടോ. അതെന്തുകൊണ്ടാ പോയേ? ഞാന് ട്യൂണ് വരുമ്പോ ബ്രീത്ത് എടുക്കാൻ നോക്കിയതാ. അപ്പം താളം തെറ്റിപ്പോയി. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തല്ലോ. അതെ, ആ ഒരു അക്ഷരം വിട്ടിട്ട് കറക്റ്റായിട്ട് എടുത്തില്ലേ? അതെ, അത് മതി. പിന്നെ ലാസ്റ്റ് ഇത് തിരിഞ്ഞു പോയി അല്ലേ, താളം തിരിഞ്ഞു പോയിട്ട്. പക്ഷെ അവിടെ കൊണ്ടിട്ട് മറ്റേ ഓ അവിടെ വന്നപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് എടുത്തു. ഓക്കെ മോളെ. പിന്നെ ഒരു സംഗതികളൊക്കെ നോക്കണം കേട്ടോ. ചെറുതായിട്ട് വരുന്നില്ല. വരുന്നില്ല, വരും. അത് വരും. എവിടാ വരാത്തെ ആ സംഗതി? എന്തിനീ ദുഃഖ കടലിലെറിഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ദിയക്കുട്ടി ഇപ്പോൾ പാടി വന്നപ്പോൾ അങ്കിളിന് മനസ്സിലായത്, ദിയക്കുട്ടി എല്ലാ കാര്യങ്ങളും ദിയക്കുട്ടിക്ക് നല്ല ശ്രദ്ധയിൽ മനസ്സിലായിട്ടുണ്ട്. എവിടേക്കാണ് തെറ്റ് പറ്റിയത്, എവിടേക്കാണ് ദിയക്കുട്ടിക്ക്. അപ്പം പിന്നെ
മോള് പാടുന്ന സമയത്ത് ഇപ്പൊ മോള് മറ്റേ കള്ളത്തൊണ്ടയിൽ പാടുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു ഇല്ലേ? അപ്പൊ ഇനി ചെയ്യേണ്ടത് അങ്കിൾ പറഞ്ഞത് ഈ ശരിക്കുള്ള ശബ്ദത്തില് വല്ലാതെ അങ്ങ് തുറന്ന് പാടണ്ട, കുറച്ചങ്ങ് തുറക്കാതെ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പാടാം, പക്ഷെ കള്ളത്തൊണ്ടയിൽ പോരുത്. ഇപ്പം ഒരു എക്സാമ്പിൾ കാണാൻ ഫസ്റ്റ് ലൈൻ പാടിയ മോള് മോള് പാടുന്ന സമയത്ത് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്, ഞെക്കി പാടുന്നത് പോലെ. അത് വരാതെ ശ്രദ്ധിക്കണം. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഈ കുഞ്ഞു തൊണ്ടയിൽ കൂടി ചാരുകേശി രാഗം ഇങ്ങനെ തേടി തേടി പോയി പാടിയില്ലേ, അത് തന്നെ വലിയ കാര്യം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. യെല്ലോ മുത്തേ. യെല്ലോ അല്ല, അല്ല പക്ഷെ ഇന്ന് യെല്ലോ ചന്ദനല്ലേ? ചന്ദന മുത്തേ അങ്ങനെ പറയാം അല്ലേ? ആ ഒരു ഓ പാടിയല്ലേ അനുപല്ലവി കഴിഞ്ഞിട്ട്, അത് എന്റെ മനസ്സങ്ങനെ അലിഞ്ഞു പോയി. അത് വേണ്ട, അലിഞ്ഞു പോയി. ഐസ്ക്രീം വലിയ നടക്കാൻ അതങ്ങനെ തന്നെ. അതെ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിന്റെ ഒരു ഫീൽ ഉൾക്കൊണ്ടാണ് മോള് പാടിയത്. ചിലപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ വളരെ ഒരു ടൈപ്പ് പിടുത്തമോട് പാടിയോ. ഒരുപാട് ദുഃഖമല്ലേ ഉള്ളില് ഈ പാട്ടിന്റെ വരികളില് അല്ലേ? പക്ഷെ അടിപൊളിയായിരുന്നു. ആ ഒരു ഹമ്മിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ചാരുകേസി രാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ ലവ് ഫീലിലും സാഡ്നെസ് ഫീലിലും. ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് പാടിത്തരട്ടെ? ഉദയാ ഉദയാ ഉളരുകീരേ ഉയരാലുനയേ എഴുതുകീരേൻ കാതൽ തീരവേ കടൽദാഹം തീരവേ ഉന്നാലേ തന്നാലേ ഉദയാ ഉദയാ ഉളരുകീരേ. അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ടോ അത് പാട്ട്? എന്നാലും നെക്സ്റ്റ് ടൈം വന്നിട്ട് ഒരു ഗോൾഡൻ ക്രൗൺ നമ്മൾ തീർച്ചയായിട്ട് മേടിക്കും. ഓക്കെ, സ്വന്തമായിട്ട് ഇങ്ങനെ പാടി സ്വന്തമായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്, ആ ക്വാളിറ്റി അത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശ്രീകുട്ടനങ്ങൾ ഓൾറെഡി സൂചിപ്പിച്ചു, അതിനൊരു വലിയ കയ്യടി. ഇപ്പോൾ പിന്നെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ആ പല്ലവി ജസ്റ്റ് ഒന്ന് പാടാമോ? കാറ്റടിച്ചു കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. നോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം. പിന്നെ അതുകൊണ്ട് നെക്സ്റ്റ് ലൈൻ സ്വർഗവും 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 അതും ബേസ് താഴത്തേക്ക് കിട്ടണില്ല അല്ലേ? സ്വർഗവും ഭൂമിയും, സ്വർഗവും നരകവും, സോറി സ്വർഗവും നരകവും നോട്ടുകളൊക്കെ കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. അതൊക്കെ നല്ലതാ. പിന്നെ ഹമ്മിങ് ഒക്കെ സൂപ്പർ ആയിരുന്നു. സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞൊരു വലിയ ഒരു രാജാവുണ്ടായിരുന്നു, സംഗീതജ്ഞനായിട്ടുള്ള കേട്ടോ. ആ രാജാവിന്റെ ഒരു കൃതിയുണ്ട്. കൃപയാ പാലയ ശൗരേ കൃപയാ പാലയ ശൗരേ കൃപയാ പാലയ ശൗരേ കരുണരസ വാസ കൃപയാ പാലയ ശൗരേ കരുണരസ വാസ കലുഷാർത്തി വീരയാമ കൃപയാ പാലയ ശൗരേ. അതുകൂടാണ്ട് ശ്രീകുമാർ നമ്പി സാറ് രചനയും സംഗീതവും ചെയ്ത് ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെയുറ
തുറക്കാം അങ്ങനൊരു പാട്ടുണ്ട്. നൈസ്. അകലേ അകലേ നീലാകാശം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അകലേ അകലേ നീലാകാശം അലതല്ലും മേഘതീർത്ഥം. കേട്ടിട്ടുണ്ടോ? ആ ഇതൊക്കെ ഈ രാഗത്തിലുള്ള പാട്ടുകളാണ് കേട്ടോ. പക്ഷേ ബേസ് താഴെ പോയി മധു എന്ത് ചെയ്യാൻ പാടി നോക്കിയതാണ് കേട്ടോ. പക്ഷേ മധു അങ്കിളിന് മാത്രമേ ബേസ് താഴെ പോയുള്ളൂ. എനിക്ക് കറക്റ്റായി വന്നു. ഓ ഓക്കെ മോളു കേട്ടോ. അപ്പൊ നന്നായി വരുന്നുണ്ട് പാട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്താ എന്തോ ഇങ്ങനെ സ്പൈഡർമാൻ ആ ശ്രുതിയിൽ പറഞ്ഞതാ. സ്പൈഡർമാൻ പാടി ശ്രുതിയിൽ. സ്പൈഡർമാൻ അല്ല, മറ്റേ ഇല്ല റോബോട്ട് പറയുന്ന കണക്ക്. തനിക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, താനാണ് മറ്റവനാണ്, മനസ്സിലായില്ലേ? മധു ഡബിങ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആണോ? ആർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ? പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അത് കൂടാണ്ട് ചില അഡ്വർടൈസ്മെന്റ്സിന്. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം മധു അങ്കിളിനെ വിളിക്കുന്നത് റോബോട്ട് അങ്കിൾന്ന്. ആണോ? എനിക്കിഷ്ടം റോബോട്ടിനെ. എനിക്ക് സ്പൈഡർമാനെ ഇഷ്ടം. നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്പൈഡർമാൻ ഉണ്ടല്ലോ, ദിയയുടെ പാവയിൽ എടുത്തു തന്നത് സ്പൈഡർമാൻ ആയിട്ട്. സ്പൈഡർമാൻ അല്ല, അത് ശ്രീയേട്ടനല്ലേ? ആ സ്പൈഡർമാന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ഓക്കെ, സ്പൈഡർ എന്നെ കടിച്ച ഞാൻ സ്പൈഡർ ഗേളോ എന്നും പറഞ്ഞിട്ട് സ്പൈഡറിന്റെ വായന്റെ അവിടെ കൊണ്ട് കൈ വയ്ക്കരുത് കേട്ടോ. എന്റെ ഇളയ മോന് ഇതുപോലെ നടക്കണ്ടായിരുന്നു സ്പൈഡറിനെ കൊണ്ട് കടിപ്പിക്കാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അയ്യോ, അപ്പൊ ഇനി മാർക്കിന്റെ കാര്യം അറിയണ്ടേ? അപ്പൊ ദിയക്കുട്ടിയുടെ മാർക്ക് 7.5 ഔട്ട് ഓഫ് 10. താങ്ക് യു. ദിയക്കുട്ടിക്ക് ദീപക് അങ്കിൾ തരുന്നു 7 ഔട്ട് ഓഫ് 10. താങ്ക് യു. ദിയക്കുട്ടിക്ക് മധു അങ്കിളും അനുമാമൻ ചേർന്ന് തരുന്നു 7.25. താങ്ക് യു. So 21.75 out of 30. താങ്ക് യു. മോൾക്ക് കിട്ടുന്നു താങ്ക് യു. ലോനപ്പള്ളി അടിയൊരു പോക്കുറ്റി. Congratulations, you are awarded a triple wow. 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 താങ്ക് യു. നമ്മുടെ ദിയക്കുട്ടിയുടെ പാട്ട് കേട്ടു. ഇനി പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രീഡും നൽകുക. സ്വരസന്ധ്യയിൽ പാട്ടിന്റെ കുഞ്ഞു ചന്തം പകർന്ന നമ്മുടെ ചിരിക്കുട്ടൻ, നമ്മുടെ ശ്രീകുട്ടൻ. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. ഹലോ ജെന്റിൽമാൻ. എന്തോ എന്താണ് ഭയങ്കര സ്റ്റൈലായിട്ട് പറയുമല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും അങ്ങ് എന്താണ് ഗ്ലാമർ കൂടി വരിക. ഞാനൊന്ന് നാട്ടിൽ പോയായിരുന്നു, അപ്പൊ മുടിയൊന്നും ഇവിടെയൊക്കെ എന്നിട്ട് വെട്ടി. വളരെ രസമായിട്ടുണ്ട്. അതുപോലെ പാന്റിന്റെ ആ കളറ് ഒരു സായിപ്പ് കുഞ്ഞിനെ പോലെ സായിപ്പോ ഞാനോ അതുപോലെ ഉണ്ടെന്ന് കാണാൻ. You look very smart man. താങ്ക് യു. Yes. അല്ലെങ്കിൽ തന്നെ ജിം കാരിയുടെ ഛായ ഉണ്ട്. അയ്യടാ, ഏത് പാട്ടാ മോനെ? റൊമാൻറ്റിക് സോങ് പോലത്തെ ഒരു പാട്ടാ. റൊമാൻറ്റിക് സോങ് പോലത്തെ ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടാണ് റൊമാൻറ്റിക് സോങ് പോലെ. ഒന്നീ റൊമാൻറ്റിക് അല്ല, ഇത് കോളേജിലെ ചേട്ടന്മാര് ചേച്ചിമാരുടെ പുറകെ നടക്കുമ്പോ പാടുന്ന ഒരു പാട്ട്. ഓ, അപ്പം ആരെ ഉദ്ദേശിച്ചാ മോൻ പാടുന്നത്? സിനിമയിൽ ആ രംഗം ആലോചിച്ച് പാടും. ഓ, ആലോചിച്ച് പാടും. പാട്ടെങ്ങനെയാണ്? ആ പോരട്ടെ. കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ കാമൻ നൽകും വില്ലുമ്പു കണ്ടില്ലേ 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 പെണ്ണിൻ സൈന്യം കണ്ടില്ലേ ഇതിന്റെ താളം എങ്ങനെയാണ്? ഞാൻ പാടിയല്ലേ? അതാ ഞാൻ പറഞ്ഞു. തകർക്കൂ മോനെ. ഓക്കേ.
ശ്രീദേവ്, എന്തോ? മോന്റെ പവർ ഈസ് സൂപ്പർ. താങ്ക് യു സർ. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല പവർ പാക്ഡ് ആയിരുന്നു. താങ്ക് യു. സംഗതി ഒന്നും നോക്കിയില്ല. കാരണം സംഗതി പോയാലും എനിക്ക് പുല്ലേ മാത്രം എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ഒരു സോറി പുഷ്പം. അതെങ്ങനെ സംഗതി പോയാലും എനിക്ക് പുഷ്പം മാത്രം വന്നു. ഇവിടെ പുല്ല് ഇവിടെ പുല്ല് കറക്റ്റാണ്. സംഗതി പോയാലൊന്നും കുഴപ്പമില്ല. അതായത് പെണ്ണിൻ സൈന്യം കണ്ടില്ലേ കാമൻ നൽകും, അവിടൊക്കെ മൊത്തം സംഗതികളൊക്കെ പോയി. പക്ഷെ മോൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അതങ്ങ് വെച്ച് കീറി അങ്ങ് പോയി. പിന്നെ ലാസ്റ്റിൽ അങ്ങ് താളമൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് അങ്ങ് അതായത് യു ആർ ലിവിങ് ഓൺ ദ സോങ്. ആ പാട്ടിന്റെ മേളിൽ ജീവിക്കുക. കൂടുതൽ കോൺസെൻട്രേഷൻ ഇന്ന സംഗതികളിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ശ്രുതിയിലോ ഒന്നും നോക്കിയില്ല. യു സാങ് ദ സോങ് വിത്ത് എന്താണ് കോറിയോഗ്രാഫേഴ്സ് അവരായിട്ട് ചേർന്നിട്ട് ഇത് പ്രേമ കത്തുകളൊക്കെ എഴുതി അതൊക്കെ ചെയ്ത് അങ്ങനെ മൊത്തം അടിച്ച് വാരി ഒരു ഓളം ഉണ്ടാക്കി. പക്ഷേ ഈ ഓളത്തിൻ്റെ കൂടെ തന്നെ ഇപ്പം അങ്കിള് ഒരുപാട് അടിപൊളി പാട്ടുകൾ പാടുന്നൊരു വ്യക്തിയാണ്, ഒത്തിരി. അപ്പോൾ ഈ അടിപൊളി പാട്ട് പാടുന്നെങ്കിലും അതിനകത്ത് ഉള്ള നോട്ട്സും സംഗതികളും കറക്റ്റാണ്. ഇപ്പോഴേ ഒരു ഗംഭീര വരവായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെല്ലാം ഇങ്ങനെ എന്താണ് കൈയടിപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ചിട്ട് പൊളിച്ചില്ലേ, അതിന് വലിയൊരു കൈയടി. അപ്പം അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള സംഗതികളും കൂടെ ഒന്ന് ക്ലാരിറ്റി ആയിട്ട് പിടിച്ചോണ്ട് വരിക. അപ്പൊ എന്താണ് 100/100 ആവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീദേവ്, ആദ്യം എനിക്ക് ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടി കേൾക്കണം. എത്ര വയസ്സായി? 9 വയസ്സ്. 9 വയസ്സിൽ ഇന്നിവിടെ കാണിച്ചു കൂട്ടിയൊരു പാക്കേജ് ഇല്ലേ, പാട്ട് വിത്ത് പെർഫോമൻസ്. അതിൽ കുറേ താളം മാറുന്നുണ്ട് പാട്ടിൽ, അതിനനുസരിച്ച് ആ ടൈം സിഗ്നേച്ചർ മാറലും ഇത്രയും ലിറിക്സ് തെറ്റിപ്പോവാതെ പാടലും. പിന്നെ ഒരു വട്ടം തെറ്റിപ്പോയി ചെറുതായിട്ട്. അതെവിടെയാ തെറ്റിയത്? ആ സോറി, ഞാനത് മാർക്ക് കുറയ്ക്കാൻ മറന്നുപോയേ. സോറി, ഞാൻ ഒന്ന് നോട്ട് ചെയ്തു. എന്നാലും കുഴപ്പമില്ല. ആ സത്യസന്ധതയ്ക്ക് ഒരു കയ്യടി ഞാൻ തരുന്നു. ഞാനിപ്പം നോക്കുന്നത് ആക്ച്വലി എവിടുന്ന് ശ്രീദേവ് വന്നു, എവിടുന്ന് തുടങ്ങി, ഇപ്പം എവിടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണ്. ഈ പാട്ടിൽ തീർച്ചയായിട്ടും എം ജി അങ്കിൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ശ്രീദേവ് കുട്ടൻ ഈ സ്റ്റേജിൽ, ഈ പ്രായമുള്ള ശ്രീദേവ് ഇത്തരം പെർഫോമൻസ് തന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അതിന് വലിയ കയ്യടി വീണ്ടും വീണ്ടും ഞാൻ തരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ, മോൻ ഇവിടെ വന്നപ്പം ഒന്ന് ചിരിക്കാൻ പാടുള്ളൊരു കുട്ടിയായിരുന്നു ഇത്. മുഖത്ത് നോക്കില്ല. ഞാൻ കളിയാക്കിയിട്ടുണ്ട്, എപ്പോഴും ഈ ഐബ്രോ ഇങ്ങനെ വെക്കുള്ളൂ ഇല്ലേ. എന്നിട്ട് ഞാനൊരു ബസ്സിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കിയിരുന്നു. ആ ബസ്സിൻ്റെ ഫ്രണ്ട് കാണുന്ന പോലെയാണ് മോൻ്റെ ഐബ്രോ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഇരുന്ന ശ്രീദേവ് ഇന്ന് ഞാൻ കാണുന്നത് വളരെ രസമായിട്ട്. എന്താണ് മറ്റേ ആ ഓരോ പെൺകുട്ടികളുടെ പേര് വിളിച്ചു പറഞ്ഞ് ഇന്ദു, സിന്ധു ഒന്ന് നോട്ട് ചെയ്യണേ. ഇന്ദു, സിന്ധു, ബിന്ദു. അയ്യോ, സിന്ധു മാഡത്തിന് നീ വിളിച്ചാ? അയ്യോ, അല്ല അങ്ങനെ ആണേലും വിളിക്കാൻ പാടില്ല, വലിയ പ്രശ്നമല്ലേ. എന്നാ മാറ്റി ഈ പാട്ട് പാടിക്കോ. സിന്ധു ഐ ലവ് യു സിന്ധു പാടിക്കോ. അതെനിക്കറിയില്ല, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അത്രയും പാടിക്കോ, ഞാൻ പറഞ്ഞു സിന്ധു ഐ ലവ് യു സിന്ധു. ഇനിയിപ്പോ ഓക്കെ, ഇനിയിപ്പോ പ്രൊഡ്യൂസേഴ്സായിട്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പം മോൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മോൻ ഇത്രയും ഇന്ററാക്റ്റീവായിട്ട് ഈ പല പെൺകുട്ടികളുടെ പേര് വിളിച്ച് പാടുന്ന സമയത്തും ആ ഒരു പൂവാലൻ്റെ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തില്ലേ, അത് ഒക്കെയാണ് ഈ പ്രായത്തിൽ ഇങ്ങനെയും പ്രൊഫഷണലായിട്ട്. പിന്നെ മോന് ആദ്യം ഞങ്ങൾ ജഡ്ജസിൻ്റെ മുഖത്ത് നോക്കാൻ മടിച്ച മോൻ ഇന്ന് ജഡ്ജസ്, ഓർക്കസ്ട്ര, ഇടയിൽ കൂടി ക്യാമറ വരുമ്പം ഓഡിയൻസിനെ നോക്കി എന്തൊക്കെയാണ് ഇവിടെ കണ്ടത്.
സൂപ്പർ. താങ്ക് യു സാർ. അപ്പൊ ഇനി മോൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെല്ലാം മോന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുകയാണ്. അതായത് മോനും പെർഫോം ചെയ്യാൻ പറ്റും, എനിക്ക് ചിരിച്ചുകൊണ്ട് ക്രൗഡിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന മോൻ ഇപ്പൊ കാണിച്ചു ഇല്ലേ? ഇനി ഇതിന്റെ ഒപ്പം തന്നെ പാട്ട് കൈവിട്ടു പോവാതെ പാട്ടിലുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഈ 9ാമത്തെ വയസ്സിൽ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇനി കയറണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് റെഡി അല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ശ്രീദേവ്, എന്തോ എന്നെ നോക്കി കണ്ണമാന് പാടിയല്ലോ. ഒരുപാട് ലവ് വന്നു എനിക്ക്. താങ്ക് യു. ഐ റിയലി ലവ് യു ശ്രീദേവ്. താങ്ക് യു മാം. ഒരുപാട് ഒരു ഹാപ്പി ചൈൽഡിനെ പോലെ ഇന്ന് വന്ന് ഓരോ സെക്ഷനും ആ റിതം ചേഞ്ച് ഒന്നും അങ്ങനെ ഓർക്കസ്ട്രന് ഒരു നല്ല കയ്യടി തരണം. ഇത് എന്തൊക്കെയാണ് ഈ പാട്ടിന്റെ വേരിയേഷൻസും അതൊക്കെ പിടിച്ച്. പക്ഷെ അത്ര വലിയ സപ്പോർട്ടായി ആയതുകൊണ്ട് മോൻക്ക് എവിടെയും ഒരു തെറ്റില്ല. അങ്ങനെ അഫ്കോഴ്സ് ചെറിയ സംഗതികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ശ്രുതിന്റെ പ്രശ്നം ചെറിയതായിട്ട് ഇവിടെ അവിടെ. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ കത്ത് എഴുതി, പിന്നെ അവരെ നോക്കി കുറച്ച് കളിയാക്കി, എന്തൊക്കെയോ കാണിച്ചു അല്ലേ. അപ്പൊ എന്നോട് കുറച്ച് പ്രേമം കാണിച്ചു ഇടയ്ക്ക് അല്ലേ. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഈ പാട്ടും ഇത്രയും വേരിയേഷനോട് പാടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് അൺഇമാജിനബിൾ. ഈ പ്രായത്തിൽ ശ്രുതിന്റെ കാര്യവും പെർഫെക്റ്റ് ആക്കിയ പിന്നെ നോബഡി ക്യാൻ ടച്ച് ശ്രീദേവ്. സ്ഥിരം ഗോൾഡൻ ക്രൗൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ലവ് യു ശ്രീദേവ്. ലവ് യു. താങ്ക് യു. ശ്രീദേവ് കുട്ടാ, എന്തോ സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഇത്രയും വരികളൊക്കെ കാണാതെ പഠിച്ച് പല രീതിയിലുള്ള പല പാറ്റേൺസിലുള്ള റിതവും ട്യൂണൊക്കെ മാറിപ്പോകുന്നുണ്ട്, വേറെ രീതിയിൽ വരുന്നുണ്ട് അല്ലേ. അതൊക്കെ കറക്റ്റായിട്ട് പാടി വളരെ നന്നായിട്ട് ഇന്ന് പെർഫോം ചെയ്തു. ചെറിയ അല്ലറ ചില്ലറ ശ്രുതി പ്രശ്നങ്ങൾ, ക്ലാരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മങ്കമാരിൽ മണിയാകും അത് വിഴുങ്ങി, മങ്കമാരിൽ എന്നുള്ളത് വിഴുങ്ങി. പിന്നെ ഈ പാട്ട് മോൻ പാടിയപ്പോൾ പെട്ടെന്ന് ഈ ഇതാണ് ഓർമ്മ വരുന്നത്. ശ്യാം സാറ് തന്നെ മ്യൂസിക് ചെയ്ത പദ 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 സരി സദ പദ സദ സരി സരി മരി മരി സദ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ, പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നു തെന്നലും പദ 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 സരി സദ പദ സദ സരി സരി മരി മരി സദ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മോന്റെ മാർക്ക് 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. 8.5. താങ്ക് യു സാർ. അനു മാമും മധുവങ്ങളും ചേർന്ന് തരുന്നു 8.75. താങ്ക് യു സാർ. 25.75. And that means ശ്രീദേവിന് ഇന്ന് കിട്ടിയത് A Extreme. താങ്ക് യു സാർ. അപ്പൊ ഏത് പെണ്ണിന്റെ പൂക്കുറ്റി വേണം? അത് നാലെണ്ണം ഉണ്ടല്ലോ. സിന്ധു ആന്റിയുടെ വീട്ടിൽ ജീവിച്ചോളും, എവിടെയാണെങ്കിലും ജീവിച്ചോളും. ആദ്യ ഒരു സിന്ധു പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A Extreme. താങ്ക് യു സാർ. ശ്രീദേവ് ബൂട്ടന്റെ പാട്ട് പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു, നമ്മുടെ ജഡ്ജസിന്റെ ഗ്രേഡൊക്കെ അറിഞ്ഞു. ഇനി പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് ശ്രീദേവിന് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഇന്ന് ഞാൻ പറഞ്ഞ മാർക്ക് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ ചിലങ്കകളെ എന്റെ കിന്നര ഗായകൻ വരുമല്ലോ. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു, കണ്ടില്ലേ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ, കാമൻ നൽകും വില്ലും മുമ്പും കണ്ണിലേന്തി. Benson. വെൽക്കം ആൻഡ് ബെൻസൺ
on stage. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആൻകുട്ടിയുടെ ഒരു പാട്ടും കൂടി നമുക്കിപ്പോൾ കേൾക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുറേ പാട്ടുകളും പെർഫോമൻസുകളും തമാശയും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനുട്ടി. 24 ന്യൂസ് സോഷ്യൽ മീഡിയ അവാർഡ്സ് 24news.com/voting എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വോട്ടിംഗ് കാറ്റഗറികൾക്ക് നേരെ നിങ്ങളുടെ ഇഷ്ട വ്ലോഗറുടെയോ യൂട്യൂബ് ചാനലിന്റെയോ പേരുകൾ രേഖപ്പെടുത്തുക.